ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്ന് ഏപ്രിൽ 16, നോമ്പിൻ്റെ 46-ാം ദിനമായ ഇന്ന് വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 25-ാം അധ്യായം 14 മുതൽ 16 വരെയുള്ള വാക്യങ്ങളാണ് ഇന്നത്തെ ധ്യാനത്തിന് അടിസ്ഥാനം. ഒരു മനുഷ്യൻ പരദേശത്ത് പോകുമ്പോൾ ദാസന്മാരെ വിളിച്ച് തൻ്റെ സമ്പത്ത് അവരെ ഏൽപ്പിച്ചു. ഒരുവന് 5 താലന്ത്, ഒരുവന് 2, ഒരുവന് 1, ഇങ്ങനെ ഓരോരുത്തനും അവനവൻ്റെ പ്രാപ്തി പോലെ കൊടുത്ത് യാത്ര പുറപ്പെട്ടു. 5 താലന്ത് ലഭിച്ചവൻ ഉടനെ ചെന്ന് വ്യാപാരം ചെയ്ത് വേറെ 5 താലന്ത് സമ്പാദിച്ചു. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൻ്റെ 25-ാം അധ്യായത്തിൽ അന്ത്യനാളുകളിൽ നാം എപ്രകാരം ഒരുങ്ങണമെന്ന ചിന്തയുമായി ബന്ധപ്പെട്ട ചില വിവരങ്ങളാണ് യേശു തൻ്റെ ശിഷ്യന്മാരോട് പങ്കുവയ്ക്കുന്നത്. ഈ വാക്യങ്ങളിൽ ഒരു മനുഷ്യൻ തൻ്റെ ഭൃത്യന്മാർക്ക് തൻ്റെ സമ്പത്ത് ഏൽപ്പിച്ചുകൊണ്ട് യാത്ര പോകുന്നു. ഓരോരുത്തർക്കും അവരവരുടെ കഴിവിനനുസരിച്ച് അദ്ദേഹം താലന്തുകൾ നൽകുന്നു. ദൈവം നൽകിയിരിക്കുന്ന കഴിവുകളുടെയും നമുക്ക് ലഭിച്ചിരിക്കുന്ന സമയത്തിൻ്റെയും ശരിയായ ഉപയോഗം ദൈവരാജ്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് പ്രവേശിക്കുവാൻ നമുക്ക് സാധ്യത ഒരുക്കുമെന്നും അതേസമയം നമ്മുടെ നിഷ്ക്രിയത്വം നമ്മെ ദൈവരാജ്യ പ്രവേശനത്തിന് അകറ്റിയേക്കുമെന്നുള്ള പാഠമാണ് ഈ വചനഭാഗം നമുക്ക് നൽകുന്നത്. അന്ത്യമുള്ള ഒരു യാത്രയുടെ പശ്ചാത്തലമാണ് ഈ ഭൂമിയിലെ ജീവിതത്തിനുള്ളതെന്ന ഒരു ബോധ്യമാണ് ക്രിസ്തു ആദ്യമേ തന്നെ ഇവിടെ നൽകുന്നത്. താലന്ത് വലിയ ഒരു അളവാണെന്നാണ് പറയുക. അതുകൊണ്ട് തന്നെ ഒരു താലന്ത് കിട്ടിയവനും ദൈവം നൽകുന്നത് വലിയ ഒരു അളവാണ്. ദൈവം സൗജന്യമായി നൽകുന്ന അളവറ്റ സാധ്യതകളുടെ ഒരു ലോകമാണ് ഓരോ ജീവിതങ്ങളും. എപ്രകാരമാണ് ഈ 3 ദാസന്മാരും തങ്ങൾക്ക് ലഭിച്ച താലന്തുകൾ ഉപയോഗിച്ചത് എന്നതിനെക്കുറിച്ചാണ് ക്രിസ്തു തുടർന്ന് പറയുന്നത്. 5ഉം 2ഉം താലന്തുകൾ ലഭിച്ചവർ അവ ഇരട്ടിപ്പിച്ചു. ക്ഷമയോടെ വിജയത്തിലേക്ക് നടന്നെടുക്കുന്നതിനുള്ള ദൃഢനിശ്ചയത്തോടെ അവർ വേല ചെയ്തു. തങ്ങളുടെ യജമാനന് കണക്ക് കൊടുക്കുവാനുള്ള ഉത്തരവാദിത്വത്തെക്കുറിച്ചുള്ള ബോധ്യത്തോടെയാണ് അവർ പ്രവർത്തിക്കുന്നത്. എന്നാൽ 1 താലന്ത് ലഭിച്ചവനാകട്ടെ തൻ്റെ അധ്വാനത്തിലൂടെ യജമാനന് ലഭിച്ചേക്കാവുന്ന നന്മയിൽ തനിക്കും പങ്കുപറ്റാനാകുമെന്ന ഒരു ബോധം ഉണ്ടായില്ല. ആദ്യ 2 സേവകന്മാർ തങ്ങളുടെ കയ്യിൽ യജമാനൻ നൽകിയ വലിയ തുകകൾ വിശ്വസ്തതാപൂർവം ഇരട്ടിയാക്കുന്നുണ്ട്. എന്നാൽ ഈ വലിയ അധ്വാനത്തെക്കുറിച്ച് യജമാനൻ പറയുക ചെറിയ കാര്യങ്ങളിലെ വിശ്വസ്തത എന്നാണ്. അവർക്ക് ലഭിക്കാനിരിക്കുന്ന വലിയ ഉത്തരവാദിത്വങ്ങളുടെ, അവരിൽ ഏൽപ്പിക്കപ്പെടാനിരിക്കുന്ന അനേക കാര്യങ്ങളുടെ മുന്നിൽ ഇത്രയും നാൾ അവർ വലുതെന്ന് കരുതിയിരുന്ന താലന്തുകൾ ചെറിയ കാര്യമായി മാറുന്നു. അവർ യജമാനൻ്റെ സന്തോഷത്തിലേക്ക് പ്രവേശിക്കുവാൻ ക്ഷണിക്കപ്പെടുന്നു. ഈ ഉപമയിലെ മടിയനായ 3ാമത്തെ സേവകനാകട്ടെ അവന് നൽകപ്പെട്ട അനുഗ്രഹങ്ങൾ വളർത്തി എടുക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അവൻ്റെ ദുഷ്ടതയുടെയും മടിയുടെയും പേരിൽ അവൻ ശിക്ഷിക്കപ്പെടുന്നു. ദൈവം ഈ ഉപമയിലെ യജമാനനെ പോലെ മനുഷ്യരിൽ അന്വേഷിക്കുക ആദ്യ 2 സേവകരിൽ കാണുന്ന നന്മയും വിശ്വസ്തതയുമാണ്. അനുഗ്രഹങ്ങളെ വിലമതിക്കുന്ന, അവയെ നല്ല മനസ്സോടെ സ്വീകരിച്ച് വിശ്വസ്തതാപൂർവം വളർത്തിയെടുക്കുന്ന നല്ല ദാസരാണ് സ്വർഗരാജ്യത്തിൻ്റെ സന്തോഷത്തിലേക്ക് പ്രവേശിക്കുക. വിശുദ്ധ പൗലോസ് തെസ്സലോനിക്കക്കാർക്ക് എഴുതിയ 2ാം ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 6 മുതലുള്ള വാക്യങ്ങളിൽ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് പോലെ അലസത മാറ്റിവെച്ച് മാതൃകാപരമായ രീതിയിൽ അധ്വാനിച്ച് നമ്മുടെ വിശ്വാസ ജീവിതങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ നമുക്ക് പരിശ്രമിക്കാം. ദൈവം നൽകിയ താലന്തുകളെ വിലമതിക്കാനും അവയുടെ നേരായ ഉപയോഗം വഴി നന്മ പ്രവർത്തിക്കുന്നതിൽ ഉത്സാഹമുള്ളവരാകാനും നമുക്ക് തയ്യാറാകാം. മറച്ച് വയ്ക്കാനുള്ളതല്ല, പ്രത്യുത മഹത്വത്തിലേക്ക് പ്രവേശിക്കാനുള്ള മാർഗങ്ങളാണ് ദൈവം നമുക്ക് തരുന്ന താലന്തുകൾ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, നീ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന എല്ലാ ദാനങ്ങൾക്കും ഞങ്ങൾ നിൻ്റെ മുമ്പാകെ നന്ദി കരയറ്റുന്നു. നിൻ്റെ ദാനങ്ങൾ ഞങ്ങൾ വിശ്വസ്തയോടെ ഉപയോഗിക്കുമ്പോൾ അത് ലോകത്തിന് നിൻ്റെ പ്രകാശമായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കണമേ. ആമീൻ.